ശ്രീ പി ഡി ത്യാഗരാജനോട് ഒരു കാര്യം ചോദിക്കണം. ഇപ്പം 70-ൽ വന്നതാണ് ശ്രീ പി ഡി ത്യാഗരാജൻ, ഇത്രയും വർഷം ഇവിടെ ഉണ്ടായി, 52 ഏകദേശം 55 വർഷം അല്ലേ. അപ്പോൾ ഡൽഹിയുടെ രാഷ്ട്രീയ മാറ്റം അങ്ങ് പറഞ്ഞു, ഈ ഒരു സാമൂഹിക മാറ്റം എങ്ങനെ ഫീൽ ചെയ്ത് ഈ ഒരു സിറ്റി എന്ന നിലയിൽ? പണ്ടൊക്കെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങി, ഇപ്പം നമ്മൾ നേരത്തെ പറയായിരുന്നു VKനും അതേപോലെ നമ്മുടെ OV വിജയനും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ക്ലബ്ബുകളെക്കുറിച്ചും വർത്തമാനം പറയുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള സദസ്സും കോഫി ഹൗസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നല്ലോ. അങ്ങനെയുള്ള ലാൻഡ്മാർക്കുകൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? വളരെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള സംഗതികളൊന്നും ഇപ്പോഴില്ല. കൾച്ചറൽ സ്പേസ് ഇല്ലാതായില്ല. ആ സ്പേസ് വളരെ ചുരുങ്ങി. ആളുകളുടെ ഒരു ബേസിക് ഓറിയൻറ്റേഷൻ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഈ രാഷ്ട്രീയത്തിലങ്ങ് മുഴുകി അങ്ങനെയുള്ള ഒരു വളരെ സൂപ്പർഫിഷ്യലായ ഒരു ലെവലിലാണ് ഇപ്പം ആളുകളുടെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആളുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിലാണ്, വളരെ സൂപ്പർഫിഷ്യൽ ലെവൽ. ഒരു കൾച്ചറൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ്രൻസി ഉണ്ടല്ലോ. അത് സായാഹ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ചെലവഴിക്കുന്നത്? സായാഹ്നങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലുമൊക്കെ വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നേരത്തെ ഞങ്ങളിവിടെ ഈ ഡൽഹി മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒരു സമയത്ത് ഞാനതിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു, കൃഷ്ണഗിരി പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഞാനതിനകത്ത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇതിൻ്റെ ഓണപ്പരിപാടി നടത്തും, എല്ലാ വർഷവും നടത്തുന്നത്. പക്ഷേ അതെല്ലാം ഇതിൻ്റെ ഒരു ഫെഡറൽ സെറ്റപ്പാണല്ലോ ഈ മലയാളി അസോസിയേഷൻ. എല്ലാ ബ്രാഞ്ചുകളാണ് നടത്തുന്നത് ഈ ഓണത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞാനത് ഇപ്പോൾ CM സ്റ്റീഫൻ അന്ന് ഇവിടെ MP ആയിരുന്നു. അദ്ദേഹം സജസ്റ്റ് ചെയ്തു നമുക്ക് ഈ സെൻട്രൽ ലെവലിൽ നമുക്ക് ഈ ഓണാഘോഷം നടത്തണം എന്ന് പറഞ്ഞു. അപ്പം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവരാം. അപ്പം ഞാൻ പറഞ്ഞു അത് സാറ് ഏൽക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ഏറ്റു. അപ്പോൾ ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധിയെ വിളിച്ച് കൊണ്ടുവന്ന് ഈ ഓണപ്പരിപാടി നടത്തി. അത് ഭയങ്കര ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. അത് ഈ താൽക്കട്ടോര സ്റ്റേഡിയത്തിലായിരുന്നു. ഭയങ്കര ആളുമായിരുന്നു. മലയാളികൾ, എനിക്കൊന്ന് ഡൽഹിയിലെ മലയാളികൾ മുഴുവൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മലയാളി അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ദിരാഗാന്ധിയെ വിളിച്ച് അവർ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പറ്റില്ല എന്ന് പറഞ്ഞതാണ് ആദ്യം. 20 അതിൽ കൂടുതൽ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവർ 2.5 മണിക്കൂർ അവിടെ ഇരുന്ന് ഈ പരിപാടികൾ മുഴുവൻ കണ്ട് അത്രയും വിശാലമായ സംഭവങ്ങളൊക്കെ കുറഞ്ഞു അല്ലേ? അതെല്ലാം ഇപ്പം അങ്ങനെയുള്ള പരിപാടികളൊന്നും. ഹാരിസ് മീരാൻ ഈ സുപ്രീം കോടതിയിൽ നിന്ന് രാജ്യസഭയിലെത്തിയപ്പോൾ ഉള്ള ഫസ്റ്റ് ഫീലിംഗ് എന്താ? നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഗാലറിയിൽ ഇരുന്നിട്ടുണ്ട്, എന്നതിനും അപ്പുറത്തേക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ഫീൽ ചെയ്തു? നമ്മൾ നിയമമേഖലയിലായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞ നിയമമേഖലയാണല്ലോ. അപ്പോൾ അവിടെ അങ്ങേറ്റത്തെ ഡിസിപ്ലിനും ഇവിടെ അങ്ങേറ്റത്തെ ഡെക്കോറം ഇല്ലായ്മയാണല്ലോ. നിയമവ്യാഖ്യാനമാണ് കോടതി, നിയമനിർമ്മാണമാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു LKG സ്റ്റുഡൻറ്റ് പോണ ആ ഒരു രീതിയിൽ നമ്മൾ പോണത് തന്നെ. നമുക്ക് ഒരുപാട് ഒന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ പോയി. പക്ഷേ നമുക്കൊരു ഇപ്പം ഞാനിപ്പോൾ 6 മാസമായി. 6 മാസം കൊണ്ട് നമുക്ക് മനസ്സിലായി ഇപ്പം എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ കച്ചറ ഉണ്ടാക്കേണ്ടതെന്ന് വരെ നമുക്ക് മനസ്സിലായി. അപ്പോൾ താങ്ക് യു ജയന്തേ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊന്ന് ഓഫീസിലേക്ക് പോകുന്ന സമയമായി. അപ്പോൾ സാധാരണ വൈകുന്നേരങ്ങളൊക്കെ എങ്ങനെയാണ് ഡൽഹിയിൽ? ഇതിൽ ആരെങ്കിലും കാണാൻ പോകുന്നു, ചെറിയ ഇവന്റ് നടക്കുന്നു, അല്ല സോഴ്സിനെ കാണണം, അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബിൽ പോകുന്നു. പ്രസ് ക്ലബ്ബാണ്. ഓക്കെ, താങ്ക് യു. പഴയതുപോലെ സമയം കിട്ടാറില്ല എല്ലാവർക്കും. പത്രക്കാരുടെ ജോലിയൊക്കെ കൂടിയല്ലോ. ഓക്കെ, താങ്ക് യു.